ആദ്യമായി തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പ്രിൻസിനും ഗിറാനിക്കും അഭിനന്ദനങ്ങൾ. ഒരുപക്ഷെ വളരെ ചിന്തിച്ചിരിക്കും, എന്തിനാണ് അച്ഛൻ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞത്? സാധാരണ ആശംസകൾ എന്നാ പറയുന്നത്. ചിന്തിച്ചായിരുന്നു ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കൂടിയാ പറയുന്നത്. ചിന്തിക്കണം. അതായത് ഇന്നത്തെ കാലത്ത് യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, പേടി. അതിന്റെ പേരാണ് ഗാമോഫോബിയ. തങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൽ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ചില വിവാഹത്തിന്റെ പരിണിത ഫലങ്ങൾ കണ്ടിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പേടി. പെൺകുട്ടികൾക്ക് വരെ സാധാരണയുള്ള വേറൊന്നുമാണ് ടോക്കോഫോബിയ. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ ഒരു ഭയം, അതാണ് ടോക്കോഫോബിയ. അപ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ മനുഷ്യനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ലോകത്തിൽ വെച്ച് ദൈവം വിവാഹം സ്വയംഭ ചെയ്യുന്നത് മാതത്തിന്റെ സംഭവത്തെ നമുക്കറിയാം. അപ്പോൾ തന്റെ ഭാര്യയെ കെട്ടിയ പ്രിൻസ് വിവാഹ രണ്ടുപേരും കടക്കുകയാണ്. അപ്പോൾ ആദം ഹവ്വയെ കണ്ടു കഴിയുമ്പോഴേക്കും ആദ്യം പറയുന്ന കാര്യമാണ് അറിയാവുന്ന പഴയ സൺഡേ സ്കൂൾ അധ്യാപകനേക്ക് അറിയാമോ? പറഞ്ഞിട്ടുണ്ടോ? ഇറാനിയോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചിരിക്കാനല്ലോ, ഉത്തരം പറയാനോ? അത് പറയുന്നത്, ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും എന്റേതാണ്. വിവാഹത്തിന് ശേഷം നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. വിവാഹം, കല്യാണം എന്നല്ല അച്ഛൻ പറഞ്ഞു, വിവാഹം. വി എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മൾ ഹം എന്ന് ഹിന്ദി പറഞ്ഞാൽ ഹം പറയുന്ന മൊബൈലുണ്ടായിരുന്നല്ലേ, ഹിന്ദിക്ക് അറിയാമല്ലോ. രണ്ടിന്റെ വിയും ഹമ്മും ചെയ്യണം. ഇതിന് രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു വാക്കുണ്ട്, വാ. അതായത് രണ്ട് വ്യക്തികൾ വിവാഹമുള്ള ഉദാശയാണ് ഒന്നായിരിക്കുമ്പോഴേക്കും രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബമാണ് ഒന്നായിരിക്കുന്നത്. രണ്ട് കുടുംബങ്ങളും കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മുതൽ പ്രിൻസിന്റെ പപ്പായും അമ്മയും ഹിറാനയുടെ പപ്പയും അമ്മയാണ്, അല്ലെങ്കിൽ ഹിറാനയുടെ പപ്പായും അമ്മയും പ്രിൻസിന്റെ പപ്പായും അമ്മയാണ്. സിബ്ലിങ്സും അങ്ങനെ തന്നെ. ഇംഗ്ലീഷിൽ ഒരു പ്രശ്നമുണ്ട്, മദറിലോ സൺഡേയിലോ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ അമ്മയെന്ന് പറയുന്നത് ആദ്യം രാമായിയോ, അപ്പനെന്ന് പറഞ്ഞാൽ അമ്മായി അപ്പൻ എന്ന് പറയും. അത് മാറണം. നിങ്ങളാരും വിചാരിക്കരുത് പുറകിരിക്കുന്നവര് ഇവർക്ക് വേണ്ടി ഇവര് പ്രീമാരേജ് കോഴ്സിന് കഴിഞ്ഞവരായി, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ അച്ഛൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാര്, അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും വരന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് മാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയുടെ തിരിച്ച് മാറുന്നില്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഉദാശയാപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വീക്കും ഹമ്മിനും ഇടയ്ക്കിടയ്ക്കുള്ള വായ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, വിവാഹ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വായിക്കാം. വാ മൂലമാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഹമ്മും വീയും നമ്മളായി, രണ്ടുപേരും നമ്മളായി. പക്ഷെ ഇതിനെ പലപ്പോഴും തെറ്റിക്കുന്നത്, ഒന്നാക്കി മാറ്റുന്നത്, ഒന്നിനെ രണ്ടാക്കി മാറ്റുന്നത് വായാണ്. അതുകൊണ്ട് വാ സൂക്ഷിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാരി വാ സൂക്ഷിക്കണം. ഇതാണ് അച്ഛൻ ഒന്നാമത് പറയാനുള്ളത്. രണ്ട്, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും വിശുദ്ധ പൗലോസിന്റെ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. കേട്ടായിരുന്നു ബൈബിൾ വായിച്ചത് ഇല്ല? ഭാര്യമാരെ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാൻ. ഇപ്പോഴും അച്ഛൻ പറയുന്നത് നിങ്ങളോടുള്ള ഉപദേശമല്ല, വിവാഹം കഴിച്ച എല്ലാവരോടുള്ള ഉപദേശം.
ചിലര് ഇതിന്റെ അർത്ഥം അതെന്ന് മനസ്സിലാക്കാതെ ഭാര്യയെ അടിമയായി കാണുകയും അടിമയുടെ ഭർത്താവായി ജീവിക്കുകയും ചെയ്യാറുണ്ട്. ഭാര്യയെ അടിമയായി കാണുകയും അടിമയുടെ ഭർത്താവായി ജീവിക്കുകയും ചെയ്യാറുണ്ട്. ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായി എന്ന് പറയുന്നത് ഒബേ എന്നല്ല, സബ്മിറ്റ് എന്നാ പറയുന്നത്. പ്രിൻസിനോട് പറയുക, പിതാന നിന്റെ രാജകുമാരിയായിരിക്കും, മനസ്സിലായി, റാണിയായിരിക്കും, റാണിയുടെ ഭർത്താവായി രാജാവായി ജീവിക്കണം. പിതാനോട് പറയുക, ഇവനെന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. 4 വയസ്സ് പോലെ തുടങ്ങി കണ്ടോ, 4 വയസ്സ് നഴ്സറി തുടങ്ങി കണ്ടോ, അതുകൊണ്ടാട്ടോ ഇവന്റെ രാജാവായിരിക്കും, രാജാവിന്റെ ഭാര്യയായിട്ട് ജീവിക്കണം. മിശിഹായുടെ മൗലികമായ ശരീരമായ സഭയെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ സഭ എപ്രകാരമാണോ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹത്തിൽ വർദ്ധിക്കണം എന്നാണ് അവർ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ചിലര് ഇതിനെ അതിന്റെ വാചിക അർത്ഥത്തിൽ വരുന്നത്, എന്നിട്ട് വീട്ടിൽ അടിമപ്പണി. രണ്ടുപേരും തുല്യരാണെന്ന് മനസ്സിലാക്കുന്നത്. അച്ഛൻ ഫെമിനിസം പറയുന്നത് വിചാരിക്കുക, ഐ ആം നോട്ട് എ ഫെമിനിസ്റ്റ് ബട്ട് ഐ ആം എ ഫേസ്. ഫെമിനിസം അല്ല, നിങ്ങൾ രണ്ടുപേരും 2 വ്യക്തികളാണല്ലോ മനസ്സിലാക്കുവാനും, രണ്ടുപേർക്കും ഉള്ളത് മജ്ജയും മാംസവും ആണെന്ന് മനസ്സിലാക്കുവാനും, നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് രക്തമാണെന്ന് മനസ്സിലാക്കുവാനും, എന്റെ പോലെ തന്നെ വിചാരങ്ങളും വികാരങ്ങളും വേദന വിഷമമുള്ള വ്യക്തിയാണ് എന്റെ ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കുക. ജീവിത പങ്കാളിയെ പാർട്ട്ണർ മനസ്സിലാക്കി നമ്മൾ പരസ്പരം മുന്നോട്ട് പോകണം. മനസ്സിലായി? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഒരു പരിപാടി നടത്തി, കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനാണ് നമ്മുടെ ചാൻസലർ മുതലേ കാണും. അവര് വിവാഹാർത്ഥി സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തി. വിവാഹാർത്ഥി സംഗമം, അതായത് പ്രായമായിട്ട് വിവാഹം ആകാതെ നിൽക്കുന്ന ചെറുപ്പക്കാരെ ഒക്കെ ഒരു മീറ്റിംഗ്. അപ്പൊ അതിന്റെ പോസ്റ്ററൊക്കെ ഞങ്ങളുടെ പള്ളിയിലും ഇങ്ങനെ അച്ചടിച്ചൊക്കെ വന്നിരുന്നു. അപ്പൊ ഒരു 10-60 വയസ്സുള്ള ഒരു അമ്മച്ചി പോസ്റ്റർ താഴെ നോക്കിയിരിക്കുക കുറെ നേരമായിട്ട്. കണ്ണ് കാണാത്തോണ്ടായിരിക്കും, ഇതിലുമായിട്ട് കണ്ണാടിയൊന്നും കാര്യമുണ്ട്. അപ്പൊ ഞാൻ കുർബാന വേണ്ടി ഇറങ്ങി വന്നപ്പോൾ കുറെ നേരം നോക്കി ചോദിച്ചു, വല്ല പ്ലാനുണ്ടോ, അതായത് ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാനുണ്ടോ ചോദിച്ചു. അപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, എന്റെ അച്ഛാ, ഞാൻ ഒന്ന് കല്യാണം കഴിച്ചു, എനിക്ക് എന്റെ ഭർത്താവ് മതി. നിങ്ങൾ വിചാരിക്കുന്നതിന് അടുത്ത വലിയ പുതുമയൊന്നുമില്ല. ആ ആന്റിയുടെ ഭർത്താവ് മിസ്സിംഗ് ആണ്. 25-28 വർഷമായി. രണ്ടാമത്തെ കുട്ടിക്ക് ഒരു 28 ദിവസമുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ എന്ന് പറഞ്ഞ കാര്യമാണ് എന്നെ സ്പർശിച്ചത്. എനിക്ക് എന്റെ ഭർത്താവുണ്ട്, നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ജീവിതത്തിൽ എന്തോ തട്ടുകേട് പറ്റി. നല്ല മനുഷ്യനായിരുന്നു, ജീവിതത്തിൽ എന്തോ തട്ടുകേട് പറ്റി. ഇപ്പം വന്നാലും ഒരു കൈയിലെങ്കിലും കാലിലെങ്കിലും ഞാൻ സ്വീകരിച്ചു. ഇപ്പം വന്നാലും ഒരു കൈയിലെങ്കിലും കാലിലെങ്കിലും ഞാൻ സ്വീകരിച്ചു. നിങ്ങളിവിടെ എടുക്കുന്നത് ഒരു കോൺട്രാക്ട് അല്ല, പറഞ്ഞതാണ്, കവനന്റാണ്, ഉടമ്പടിയാണ്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇസ്രായേലിനോട് എടുത്തതുകൊണ്ട് ഉടമ്പടിയാണ്. അത് എന്നും നിലനിൽക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുവാനും മുന്നോട്ട് പോകുവാനും പരിശ്രമിക്കണം. നിങ്ങളുടെ ജീവിതം, ഞാൻ പറഞ്ഞു, ദാമോഹോമിക, വിവാഹം കഴിക്കാൻ താല്പര്യം. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പ്രണയിച്ചിട്ടുണ്ടോ? ഇഷ്ടമാണോ? എന്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിരിക്കുമല്ലേ? ഇഷ്ടമാണോ? ഇഷ്ടം എന്ന് പറയുന്നത് കഷ്ടം വരുമ്പോൾ നഷ്ടപ്പെടുന്ന സാധനമാണ് ഇഷ്ടം. ഇനി മുതൽ ഇഷ്ടമല്ല, സ്നേഹമില്ല, പ്രണയമാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ സമാനമായിട്ട് നൽകാൻ പോകുന്ന മക്കള് നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് ഗാമോഫോബിയ ഇല്ലാത്തവരെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ സന്തോഷത്തോടെ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാണ്. ഇനി അല്പം സുവിശേഷത്തോട് പറഞ്ഞേക്കാം. സുവിശേഷം ഗാനായിക കല്യാണ വീട്ടിലായിരുന്നു നമ്മൾ വായിച്ച സന്ദർഭം എന്ന് പറയുന്നത്. അതില് തീർച്ചയായിട്ടും പല വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒറ്റ കാര്യം പറയുന്നത്, ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ കന്യകാമറിയം, ഇപ്പൊ ഞാൻ വായിച്ചതായി കേട്ടില്ലേ? ഉപമകളാണ്, പ്രതിമകളോടാണ് ഞാൻ മനസ്സിൽ പറയുന്നത്. ഒരാൾ പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം ചൂടാക്കി ഇവിടെ കേൾക്കുന്നില്ല.
പരിശുദ്ധ കന്യകാമറിയം അവിടെ ഉണ്ടായിരുന്നു. കൊന്തയെല്ലാം അറിയോ? സൺഡേ സ്കൂൾ അധ്യാപകരോട് കൊന്തയെല്ലാം അറിയാവുന്ന ചോദിക്കേണ്ട ആവശ്യമില്ല. കൊന്തയെല്ലാം അറിയോ? അറിയാം. ഇന്ന് നിങ്ങൾ താലിയിലും മന്ത്രകൂടിയിലും എല്ലാത്തിനെയും അവിടെ വിചാരമാണ് കൊന്ത എന്ന് പറയുന്നത്. വിവാഹത്തിന് പണ്ട് ആദിവാസികളത്തിന് തരുന്ന ഒരു സാധനമാണ്. ഇനി മരിക്കുമ്പോഴേ തരത്തുള്ളൂ. മനസ്സിലായി? മരിക്കുമ്പോഴേ തരത്തുള്ളൂ. അപ്പോൾ ആത്മാർത്ഥതയോടെ അതിനെ പിടിക്കണമെങ്കിൽ, ആ കൊന്തയെ ഒന്ന് മുറുകെ പിടിക്കണമെങ്കിൽ ഇന്ന് മുതൽ കുടുംബജീവിതത്തിൽ കൊന്ത ഒരു ഭാഗമായി പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുക. നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ.